ഹായ്, വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ IR ഫിൽറ്റർ ഡിസൈൻ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻ ടെക്നിക്കായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അപ്ലൈ ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ് ആൻഡ് ഫൈൻ h of z ഫോർ h of s is equal to this. നമുക്ക് ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ഒക്കെ കുറച്ചുകൂടെ ഒരു ട്വിസ്റ്റുള്ള ഒരു പ്രോബ്ലമാണ്. സോ ഇതും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നെയാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഒക്കെ പഠിച്ച സമയത്ത് ഈ ഒരു ഫോം കണ്ടിട്ടുള്ളതാണ്. സോ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? ദാറ്റ് ഈസ് e⁻at cos bt. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s - a ഡിവൈഡഡ് ബൈ s - a ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിലാണല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ഇതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? h of t is equal to e⁻at cos bt. ഓക്കെ, സോ ഇത് നമ്മുടെ ടൈം ഡൊമെയിനിലുള്ള സിഗ്നലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇത് ടൈം ഡൊമെയിനിലാണുള്ളത്, അതും കണ്ടിന്യൂസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിൾ ചെയ്യണം. സാമ്പിൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? t is equal to nt കൊടുക്കും. നമ്മൾ അതിൻ്റെ സ്റ്റെപ്സിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ? t is equal to nt കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? h of nt is equal to e⁻ant cos bnt എന്നാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ഇതെന്തായി? നമുക്കിപ്പം സാമ്പിൾഡ് വേർഷനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ z ട്രാൻസ്ഫോം ചെയ്യാം അല്ലേ? z ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സോ h of nt ഇൻറ്റു z⁻n ആണ് വരിക. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എക്സ്പ്രഷൻ. സോ ജസ്റ്റ് z ട്രാൻസ്ഫോം കാണാം. സോ z ട്രാൻസ്ഫോം കാണുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഈ കോസ് ഓഫ് ദിസ് ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? e⁻jθ പ്ലസ് e⁻−jθ ഡിവൈഡ് ബൈ 2 ആയിട്ട് എഴുതാം അല്ലേ? സോ ഈ കോസ് ഓഫ് bnt-നെ നമുക്ക് എങ്ങനെ എഴുതി? ഇങ്ങനെ മാറ്റി എഴുതുന്നു. അതിനുശേഷം നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഈ 1/2 എന്നുള്ളത് പുറത്തേക്ക് എടുത്തു. ഈ ഓരോ ടേമിനെയും അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ n കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ. ഇനി ഇതിനെ നമ്മൾ ഒന്നുകൂടെ വേണേൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ നമുക്ക് രണ്ട് e⁻² എന്നുള്ള ടേം ഉണ്ട്. അത് നമുക്ക് ഒരുമിച്ച് e⁻−a−jb ഇൻറ്റു t ഇൻറ്റു z⁻−1. ഇവിടെയും നമുക്ക് e⁻−a+jb ഇൻറ്റു t z⁻−1. സോ ഈ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോമാണ്? സമ്മേഷൻ n is equal to 0 to infinity a⁻n എന്നുള്ള ഫോമാണ്. സോ അത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്, നമുക്കറിയാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 - a ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് കൊണ്ടുവരാം. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 1/2 ഇത്രയും ടേമിനെ നമുക്ക് എന്ത് എഴുതാം? 1/1 - a എന്നുള്ള ഫോമാണ് ഈ ബ്രാക്കറ്റിനകത്തുള്ളത്. അത് അതേപോലെ എഴുതാം. പ്ലസ് സെക്കൻഡ് ടേമിലും നമുക്കിതുപോലെ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആൻസർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ഒക്കെ ചെയ്തിട്ട് വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ കേസിൽ എന്താണ്? നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത രണ്ട് പ്രോബ്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ? ഡയറക്റ്റ് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഈ എസ് ഡൊമെയിനിലുള്ളതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് ടൈം ഡൊമെയിൻ ആക്കി അതിനെ സാമ്പിൾ ചെയ്തു, എന്നിട്ട് z ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു റിലേഷൻ യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമ്മുടെ മെത്തേഡ് എന്താണോ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഏത് ടൈപ്പാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക അത് അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.